നമസ്കാരം. യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ഇപ്പോഴും ചിലർക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി യു.പി. ഭരിക്കുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ യു.പിയിൽ വന്ന മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നത് അവിടുത്തെ മാഫിയ രാജ് സംവിധാനം ഇല്ലാതാക്കി എന്നുള്ളതാണ്. യു.പി. മാഫിയകളുടെ ഒരു സംസ്ഥാനമായിരുന്നു, മാഫിയ രാജാക്കന്മാരുടെ സംസ്ഥാനമായിരുന്നു, ഗുണ്ടകളുടെ സംസ്ഥാനമായിരുന്നു. ഇവരുടെ ഒരു ലോകത്തെ അടിച്ചുടച്ചു വാർത്തത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി വന്നതിന് ശേഷമാണ്. നിരവധി ഗുണ്ടാ സാമ്രാജ്യങ്ങൾ അങ്ങനെ ആ രീതിയിൽ തകർന്നിട്ടുണ്ട്. ഇത്തരക്കാർക്ക് പറ്റിയ ഭൂമിയല്ല ഉത്തർപ്രദേശ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്ത മുഖ്യമന്ത്രി കൂടിയാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന യോഗി ആദിത്യനാഥ്. അതായത് കഴിഞ്ഞ ദിവസം ഒരു വലിയ നെറ്റ്വർക്കിനെ, മതപരിവർത്തന നെറ്റ്വർക്കിനെ യു.പിയുടെ ഉത്തർപ്രദേശിലെ സ്റ്റേറ്റ് ATS പിടികൂടിയിരുന്നു. അതായത് ഒരു വലിയ നെറ്റ്വർക്കായിരുന്നു, ഒരു ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിലുള്ള ഒരു നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്കിൻ്റെ തലവൻ എന്ന് പറയുന്നത് ചാങ്കൂർ ബാബ എന്നറിയപ്പെടുന്ന ജലാലുദ്ദീനാണ്. ഇയാൾ സ്വയം ദിവ്യനായി പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സ്ഥലത്തിരിക്കുകയും നിരവധി ആളുകളെ ഇയാളുടെ ജോലിക്കാരായി റിക്രൂട്ട് ചെയ്തതിന് ശേഷം ആളുകളെ പണം കൊടുത്ത് മയക്കിയും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയുമെല്ലാം ട്രാപ്പിലാക്കി മതപരിവർത്തനം നടത്തുക എന്നതായിരുന്നു ഈ നെറ്റ്വർക്കിൻ്റെ പ്രധാന ജോലി. അതായത് ഇവർ പാവപ്പെട്ട ആളുകളെ, അതുപോലെ തന്നെ രോഗം ബാധിച്ചവരെ, അതോടൊപ്പം തന്നെ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ, പെൺകുട്ടികൾ, ഇവരെയൊക്കെയാണ് മതപരിവർത്തനത്തിനായി ലക്ഷ്യമിട്ടിരുന്നത്. ഇവർ ഈ മതപരിവർത്തന ലോബിക്കായി നിരവധി ആളുകളെ റിക്രൂട്ട് ചെയ്തിരുന്നു. ഇവർ പെൺകുട്ടികളെ പ്രണയക്കെടുതിയിൽ പെടുത്തിയതിനു ശേഷം ഒടുവിൽ ഈ ജലാലുദ്ദീൻ്റെ സങ്കേതത്തിലേക്ക് എത്തിച്ചു കൊടുക്കുകയായിരുന്നു. ജലാലുദ്ദീൻ്റെ സങ്കേതത്തിൽ വെച്ച് അദ്ദേഹം സ്വയം ദിവ്യനായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ പെൺകുട്ടികളോട് സംസാരിക്കുന്നു. മാത്രമല്ല ചില ഇസ്ലാമിക പുസ്തകങ്ങളൊക്കെ ഇവർക്ക് വായിക്കാനായി നൽകുന്നു. അതിനുശേഷം ഇവരെ ഈ ഇസ്ലാമിക ആചാരങ്ങളിൽ താല്പര്യം ജനിപ്പിച്ച ശേഷം അവരെ മതപരിവർത്തനത്തിന് വിധേയരാക്കുന്നു. പല പെൺകുട്ടികളും ഇതിനെ എതിർക്കുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ അവർ വലിയ വലിയ പ്രലോഭനങ്ങളിലും ചതികളിലുമൊക്കെ പെട്ടിട്ടുണ്ടാകും. കാരണം ഈ ജലാലുദ്ദീനു വേണ്ടി പണിയെടുക്കുന്ന യുവാക്കൾ ഇവരെ പ്രലോഭിപ്പിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും അങ്ങനെ അവരെ വലിയ കുറ്റബോധത്തിന് അടിമയാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന സങ്കേതത്തിലേക്ക് കൊണ്ടുവന്ന് മതപരിവർത്തനം നടത്തുന്നത്. നൂറുകണക്കിന് ഹിന്ദു പെൺകുട്ടികളെയാണ് ഈ രീതിയിൽ ഇയാൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മതപരിവർത്തനം ചെയ്ത് ഇസ്ലാമാക്കി മാറ്റിയതും ഇതിൽ പല ഇസ്ലാമിക യുവാക്കളുടെയും അടിമകളാക്കി മാറ്റുകയും ഒക്കെ ചെയ്തത്. പെൺകുട്ടികളെ മാത്രമല്ല, പ്രായമായവരെയും അതുപോലെ തന്നെ പാവപ്പെട്ട തൊഴിലെടുക്കുന്ന ആളുകളെയും ഒക്കെ ഇത്തരത്തിൽ ഇയാൾ പ്രലോഭിപ്പിച്ചും പണം നൽകിയും ഭീഷണിപ്പെടുത്തുകയും കള്ളക്കേസുകളടക്കം കൊടുത്ത് ഭീഷണിപ്പെടുത്തിയൊക്കെയാണ് ഈ രീതിയിൽ ഇയാൾ മതപരിവർത്തനം ചെയ്തുകൊണ്ടിരുന്നത്. എന്തിനാണ് ഇയാൾ ഇങ്ങനെ മതപരിവർത്തനം ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക സാമ്രാജ്യം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തോടുള്ള വലിയ പ്രതിബദ്ധതയോ കൊണ്ടൊന്നുമല്ല. അക്കൗണ്ടിലേക്ക് എത്തുന്ന കോടിക്കണക്കിന് രൂപയാണ്. അതായത് ഉത്തർപ്രദേശ് സ്റ്റേറ്റ് ATS കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ഈ ജലാലുദ്ദീൻ്റെ നെറ്റ്വർക്കിൻ്റെ പേരിലുള്ള 40 ബാങ്ക് അക്കൗണ്ടുകളാണ്. ഈ 40 ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വിദേശത്തു നിന്നും അനധികൃതമായി പണമെത്തിയിട്ടുണ്ട്. ഈ 40 ബാങ്ക് അക്കൗണ്ടുകളിലും കൂടി ഉണ്ടായിരുന്ന തുക എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 100 കോടിയിലധികം രൂപ ഈ അക്കൗണ്ടുകളിലൂടെ വിദേശത്തു നിന്നും എത്തി എന്നാണ് ATS ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇയാളെ അറസ്റ്റ് ചെയ്തത്. ഇയാളോടൊപ്പം തന്നെ ഒരു സ്ത്രീയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ സഹായിയായിട്ടുള്ള ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇയാൾക്ക് വേണ്ടി മതപരിവർത്തനം നടത്താനായി പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ കെണിയിൽപ്പെടുത്തുന്ന ചില ആളുകളെയും കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഗുജറാത്ത് ATSൻ്റെ ഈ കണ്ടെത്തലിനെ തുടർന്ന് ഗുജറാത്ത് പോലീസും സംസ്ഥാന ഭരണകൂടവും ചേർന്ന് ഇയാൾക്കെതിരെ മറ്റ് നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇയാളുടെ ആസ്ഥാനത്തേക്ക് ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസറുകൾ എത്തിക്കഴിഞ്ഞു. ഈ ആസ്ഥാനം ഇപ്പോൾ ഇടിച്ചു നിരത്തുന്ന തിരക്കിലാണവർ. ഈ ആസ്ഥാനം നിർമ്മിച്ചിരിക്കുന്നതും സർക്കാർ ഭൂമി കയ്യേറിയാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവിടെ ഒരു മോസ്ക് അടക്കം ഇയാൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇവിടങ്ങളിലേക്ക് പെൺകുട്ടികളെയും മറ്റ് ആളുകളെയും എത്തിച്ചിട്ടാണ് ഇവർ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തിക്കൊണ്ടിരുന്നത്. അതായത് കേരളത്തിൽ സത്യസരണി പോലെയുള്ള ഒരു സങ്കേതമായിരുന്നു ജലാലുദ്ദീൻ നടത്തിക്കൊണ്ടിരുന്നത്. ഉത്തർപ്രദേശിലെ സത്യധരണി എന്ന് തന്നെ ഇതിനെ പറയണം. അങ്ങനെ ഒരു സത്യസരണിയാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥിൻ്റെ ഗുജറാത്ത് സർക്കാർ ബുൾഡോസറുകൾ ഉപയോഗിച്ച് ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ്. കാരണം ഈ STS ഇയാൾക്കെതിരെ, ഈ നെറ്റ്വർക്കിനെതിരെ കണ്ടെത്തിയിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകളെയാണ് ഇതിനോടകം തന്നെ പ്രലോഭിപ്പിച്ച് നിർബന്ധിതമായും ഒക്കെ മതപരിവർത്തനം നടത്തിയിരിക്കുന്നത്. ഈ മതപരിവർത്തനം കാണിച്ചുകൊണ്ട് 100 കോടി രൂപ
40 അക്കൗണ്ടുകളിലൂടെ അനധികൃതമായി വിദേശത്തു നിന്നും കൈപ്പറ്റിയിരിക്കുന്നു. ജലാലുദ്ദീന് ഇങ്ങനെ വിദേശ സംഘടനകളുമായി ബന്ധമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. ആഗോള ഭീകര സംഘടനകളാണ് ഈ മതപരിവർത്തനത്തിനായി പണം മുടക്കുന്നത്. മതപരിവർത്തനം നടത്തിയ യുവതീ യുവാക്കളെ ഇയാൾ പലപ്പോഴായി പല ഘട്ടങ്ങളിലായി മനുഷ്യക്കടത്തിലൂടെ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന സംശയവും അന്വേഷണ ഏജൻസികൾക്കുണ്ട്. ഇയാൾക്കെതിരെ കൂടുതൽ അന്വേഷണം ഇപ്പോൾ ഉത്തർപ്രദേശ് സർക്കാർ നടത്തി വരികയുമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. രാവുമായണം രാമനെ അറിയണം. സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ 20 ഞായറാഴ്ച രാവിലെ 9 മണിക്ക്. സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം, നന്ദാവനം, തിരുവനന്തപുരം. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ TV സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു. ഈ വരുന്ന ജൂലൈ മാസം 20 ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത്. 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, പഠിക്കുന്ന സ്കൂളിന്റെ ID കാർഡ്, ജനനത്തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം 9074347838 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഒരു കുട്ടിക്ക് 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 54 കുട്ടികൾക്ക് മാത്രം. വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ.